ഞാൻ കണ്ടിട്ടുള്ളതല്ലേ, ലക്ഷദ്വീപ് മാത്രമാണ് ഇതില്ലാത്ത മൊബൈൽ കൂടുതൽ യൂസ് ചെയ്യാത്ത. ഇപ്പോൾ ആൾക്കാരായിട്ട് ബന്ധങ്ങളുള്ള ആൾക്കാരെ കാണാൻ ഇവിടെ നിങ്ങളെ കണ്ടപ്പോഴാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിക്കുള്ള ഭംഗിയാണ് നമുക്ക് ഇവിടുത്തെ കാണാൻ പറ്റുന്നത്. ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ട് വരട്ടെ, നിങ്ങളും കാണൂ. നമുക്ക് ഫുൾ കവർത്തി ഒന്ന് കാണാം. വാ. ഹലോ, നമ്മൾ ലക്ഷദ്വീപിനെ കുറിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി പിക്ചേഴ്സ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതിൽ മോസ്റ്റ്ലി എല്ലാവരും കണ്ടുള്ള ഒരു പിക്ചർ ആയിരിക്കും അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉപേക്ഷിക്കപ്പെട്ട ഒരു ഷിപ്പ് അല്ലേ? അപ്പോൾ അത് മാക്സിമം വരെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടേക്കാണ് സൂപ്പർ ഡ്യൂപ്പർ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. ബാ. സോ ദേ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ കപ്പൽ. ഇത് 2010 ബേപ്പൂരിൽ നിന്ന് കുറച്ച് ലോഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന മേർച്ചൻ്റ് ഷിപ്പാണ്. അപ്പം എന്തോ കാരണങ്ങൾ കൊണ്ട്, എന്തോ ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ടോ എന്തോ ഇവിടെ കരക്കടിഞ്ഞ് പോയതാണ്. പിന്നെ അത് അവിടെ നിന്ന് മാറ്റാൻ പറ്റിയിട്ടില്ല ആർക്കും. അപ്പം അതിൻ്റെ അകത്ത് ഇപ്പോൾ സിമെൻ്റൊക്കെ ആണെന്നാണ് പറയുന്നത്. അപ്പം അത് കപ്പൽ ഫുള്ളായിട്ട് കേടായി പോയിട്ടുണ്ട്. അതിൻ്റെ പാർട്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. നമുക്കിതൊക്കെ ഒന്ന് കണ്ടേച്ചും വരാം. വാ. അപ്പോൾ നമ്മൾ ഉപേക്ഷിക്കപ്പെട്ട ഷിപ്പിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് ലക്ഷദ്വീപ് ചുറ്റിക്കണൽ പരിപാടിയുടെ ഭാഗമായിട്ട് കസിൻ്റെ ബൈക്കും എടുത്ത് പെട്രോൾ അടിക്കാൻ പോയി. പെട്രോൾ പമ്പ് ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ്. കാരണം ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും പെട്രോൾ പമ്പില്ല. കവരത്തി പിന്നെ 2-3 ദ്വീപുകളിൽ മാത്രമേ ഉള്ളൂ. ഇതിനു മുന്നേ കവരത്തിയിലും പെട്രോളിന് റേഷൻ സിസ്റ്റം ആയിരുന്നു. സോ നിങ്ങളിപ്പോൾ കാണില്ല, ഇതാണ് കവരത്തിയുടെ ജയിൽ, ലക്ഷദ്വീപിൻ്റെ ജയിൽ. എല്ലാ ദ്വീപുകളും കൂടി ഒറ്റ ജയിലാണ്. പക്ഷേ വലിയ കുറ്റവാളികളൊന്നും അകത്ത് കാണില്ല. ഭയങ്കര പീസ്ഫുള്ളായ ജയിൽ കാണണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. കണ്ടില്ലേ, ഫ്രണ്ടിൽ തന്നെ ഒരുപാട് ആർട്ട് വർക്കും അടിപൊളിയാണ്. നമുക്ക് ലക്ഷദ്വീപ് മൊത്തത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വാൾസിലെ ഈ പെയിൻറ്റിങ്സ് കണ്ടാൽ മതി. നല്ല കിടിലം പെയിൻറ്റിങ്സ് ആണ് ഇവിടെ. ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് ഈ പെയിൻറ്റിങ്സ് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ പെയിൻറ്റിങ്സ് ഒക്കെ ഒന്ന് കാണാം. ബാ. ഈ കാണുന്നതാണ് കവരത്തി ഐലൻഡിലെ പവർ ഹൗസ്. ഇവിടെ നിന്നാണ് ഇവിടുത്തെ എല്ലാ വീടുകളിലേക്കും കറണ്ട് പോകുന്നത്. സോ ഇത് ബേസിക്കലി ഇത് വർക്ക് ആവുന്നത് ഒരു ജനറേറ്റർ വഴിയാണ്.
ലക്ഷദ്വീപിൽ ഒരു കുഞ്ഞു ട്രെയിൻ ഉണ്ടായിരുന്നു എന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കുമോ? ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴല്ല, ഇന്ദിരാഗാന്ധിയുടെ ടൈമിലായിരുന്നു. അപ്പോൾ ഇപ്പം ആ ഒരു ട്രെയിൻ ഓടുന്നില്ല, കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ഇതിൻ്റെ ഉള്ളിൽ ബോഗി അവൈലബിൾ ആണ്, ട്രെയിൻ ബോഗിയും അതിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഫുള്ള് ലോക്ക്ഡ് ആണ്, നമുക്ക് ഉള്ളിലോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് ഈ ഒരു വിൻഡോ വഴി അകത്തൊക്കെ ഒന്ന് നോക്കാം. ബാ, ആരെങ്കിലും കാണുമോന്നറിയില്ല, ഇല്ലാന്ന് തോന്നുന്നു. നല്ല രസമുണ്ട്, കുഞ്ഞു ട്രെയിനാണ്. നമ്മളപ്പോൾ അതോ ലോകത്തിലോട്ട് വരാം. വല്ല പാമ്പോ പഴുതാരിയോ കാണുമെന്ന് അറിഞ്ഞൂടാ. പടച്ചോണേ, നിങ്ങൾ കാത്തോളി. അടിപൊളി ട്രെയിന്. എന്തിനാണ് സ്റ്റോപ്പ് ചെയ്തത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഉള്ളിൽ വല്ലതും കാണുമോ? ഫുള്ള് പൊടിയാണ്. അടിപൊളി ട്രെയിൻ ഗൈസ്, ഭയങ്കര ക്യൂട്ടാണ്. ഇത് എന്തിന് സ്റ്റോപ്പ് ചെയ്തെന്ന് അറിയില്ല. എനിക്ക് ലക്ഷദ്വീപിൽ വന്നിട്ട് ഏറ്റവും ഡിസപ്പോയിൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്ത ഒരു കാര്യം. കാരണം ഇതിപ്പോൾ ഇന്ദിരാഗാന്ധി ടൈമിൽ ഉണ്ടായിരുന്ന ട്രെയിനാണ്. എന്ത് കാരണം കൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്തതെന്ന് അറിയില്ല. കാരണം കിട്ടില്ല ട്രെയിനാണ്. നമുക്ക് ഈ ഒരു ട്രെയിനിൽ കയറിയിരുന്ന ലക്ഷദ്വീപ് ഫുള്ളും ചുറ്റി കാണാനായിട്ട് പറ്റും, നമ്മൾ ഊട്ടിയിലൊക്കെ കാണും പോലെ തന്നെ. ഓടി രക്ഷപ്പെടാം, വരൂ. ഗവൺമെൻറ് ടൂറിസം തിരിച്ചു കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഈ ഒരു ട്രെയിൻ തിരിച്ചു കൊണ്ടുവരണമെന്നാണ്. കാരണം ഇതൊരിക്കലും മിസ് ചെയ്തുകൂടാ. കാരണം നമുക്ക് ഫുൾ ഐലൻഡും ഈ ട്രെയിനിൽ കൂടി കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. സോ ഇത് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം, നമ്മൾ ട്രെയിന് തിരിച്ചു കൊണ്ടുവരണം ഉറപ്പായിട്ടും. ഇത് ശരിക്കും ക്ലോസ് ചെയ്തിട്ടേക്കാണ്, ലോക്ക്ഡ് അല്ല. ഞങ്ങൾ ഈ വഴി കയറിയതാണ്. ശരിക്കും കയറണോ വേണ്ടേന്ന് ഒരു നിമിഷം ആലോചിച്ചു, കാരണം പ്രശ്നമാവുമോ എന്ന് കരുതിയിട്ട്. ബട്ട് ഇവിടെ കയറിയില്ലെങ്കിൽ അതൊരു വൻ നഷ്ടമായി പോയേനെ. കാരണം നല്ല രസമാണ്, ആ ട്രെയിൻ കാണാണ്ട് ഒരു ഭാഗ്യം കിട്ടിയല്ലോ. സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പാളമാണ്, ട്രെയിൻ പാളമാണ്, ഒരു കുഞ്ഞു പാളമാണ്. അപ്പം ഈ വഴിയാണ് പൊയ്ക്കൊണ്ടിരുന്നത് ട്രെയിന്. അപ്പം നമുക്കിവിടെ മാത്രമല്ല, ഫുൾ റൊട്ടേഷനിൽ നോക്കിയാൽ ഈ ഒരു പാളം കാണാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ മിനി ട്രെയിൻ ബുക്ക് ചെയ്യാനുള്ള ഓഫീസ്. ഇതിപ്പോൾ പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ആയിരുന്നു ആൾക്കാർ ട്രെയിൻ ബുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് കവരത്തിയിലെ സീനിയർ സെക്കൻഡറി സ്കൂള്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ജസ്റ്റ് സ്കൂളല്ലേ, എല്ലായിടത്തും ഉള്ളതല്ലേ, ഇത് കാണിക്കാൻ എന്താ ഉള്ളതെന്ന്. ബട്ട് ഇത് കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഒരു ഐലൻഡിലെ സ്കൂളാണ്. അത് മാത്രമല്ല, ഇവിടെ ആർട്ട് വർക്ക്സും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. അത് മാത്രമല്ല ഭയങ്കര ക്ലീനുമാണ്. ഇപ്പം ഇന്ന് അവധി ആയതുകൊണ്ട് പിള്ളേരൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് പിള്ളേരുടെ അടുത്തൊക്കെ കുറച്ച് സംസാരിക്കുമായിരുന്നു. അടിപൊളിയല്ലേ? സൂപ്പർ ഡൂപ്പർ യൂട്യൂബിൽ നമ്മൾ ഫുഡ് സ്പോട്ടുകൾ പറയാറില്ലേ, കറക്റ്റായിട്ട് നല്ല സ്പോട്ടുകളാണ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു സ്പോട്ട് പറയട്ടെ. നിങ്ങൾ ഈ എന്തെങ്കിലും കവരത്തി വരുമ്പോൾ ഇവിടെ ലൈറ്റ് ഹൗസ് കാണാം, അടുത്ത ലൈറ്റ് ഹൗസ് കാണാൻ വരുമ്പോൾ നമ്മൾ ഈസ്റ്റേൺ ജെട്ടി സൈഡ് വരുമ്പോൾ കവരത്തിയുടെ നമ്മുടെ ലൈറ്റ് ഹൗസ് അവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഷോപ്പ് കാണാൻ പറ്റും വരുന്ന വഴിക്ക്, റഹ്മാനിയ. ഓക്കെ, നമ്മൾ 2-3 പ്രാവശ്യം ഇവിടെ വന്നു അല്ലേ, 2-3 തിങ്സ് കുടിച്ചു നോക്കി എന്നിട്ടാണ് പറയുന്നത്. സോ ഇന്നാ ഷൂട്ട് ചെയ്യാൻ വേണം, ധൈര്യത്തോടെ വന്നാൽ നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് പരിചയപ്പെടാം, ട്രൈ ചെയ്യാം. ഇക്ക സ്ട്രോ വേണം. ആ അപ്പം നമ്മൾ കൂൾ ബൂസ്റ്റും റോസ് മിൽക്കും ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ റഷീദ് ക, അതെ, കവരത്തിയിലെ ലൈറ്റ് ഹൗസിന് അടുത്താണ് റഷീദ് ക. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അടിപൊളി ഡ്രിങ്ക്സ് കിട്ടും കുടിക്കാൻ. ഒരുപാട് സ്പെഷ്യൽ സംഭവം ഉണ്ട്, മൊജിത്തോ ഉണ്ട്, നമ്മുടെ കൂൾ ബൂസ്റ്റ്, റോസ് മിൽക്ക്, അങ്ങനെ കുറേ പരിപാടിയുണ്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, കയറുമ്പോൾ ഷിപ്പ് കയറുമ്പോൾ വരും. നമ്മുടെ നാട്ടിനും കട്ടി ഇച്ചിരി ചൂട് ഇവിടെ കൂടുതലാണ് ഈ സമയം. ഓക്കെ, ഹ്യൂമിഡിറ്റി ഇച്ചിരി കൂടുതൽ. അപ്പോൾ ഈ വെയിലത്തൊക്കെ കറങ്ങിയിട്ട് നൈസിനെ വന്ന് ഇവിടെ നിന്ന്
ഇവിടെ നിന്ന് നൈസായിട്ട് 2 ഡ്രിങ്ക്സ് അടിച്ചോണ്ടല്ലോ, പൊളി വൈബാണ് അല്ലേ? ഞാനിപ്പോൾ ഈ ഷിൽ ഔട്ട് ഫ്രെയിമിൽ ഓടിച്ചാടി പോകുന്നത് എങ്ങോട്ടേക്കാണെന്നറിയോ? നമ്മുടെ അനാർക്കലി മൂവിയിലെ പൃഥ്വിരാജിൻ്റെ സീൻ ഷൂട്ട് ചെയ്ത അതേ ലൈറ്റ് ഹൗസിലേക്കാണ്. നമ്മളിപ്പോൾ പോകുന്നത് കവരത്തിലെ ലൈറ്റ് ഹൗസിലാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം നമുക്ക് ഫുൾ കവരത്തിയും ഈ ലൈറ്റ് ഹൗസിൻ്റെ മേളിൽ നിന്ന് കാണാനായിട്ട് പറ്റും. നമ്മുടെ അനാർക്കലി മൂവിയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് പോയി കാണാം. സംസാരിക്കാൻ പോലും വയ്യ ഗൈസ്, കാരണം മേളിലെത്താറായി. ഒത്തിരി പടികളുണ്ട്. അതൊക്കെ മേളിൽ പോയിട്ട് ബാക്കി സംസാരിക്കാം. ഹലോ, അപ്പോൾ നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ മേളിലാണ്. ഫുൾ കവറേജ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അയ്യോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അടിപൊളി വ്യൂ ആണ്. ശരിക്കും അതെ, ശരിക്കും ഇതിന് ക്ഷീണിച്ച് പടിയെ കയറി ഇതിൻ്റെ മുകളിൽ കയറി വരുമ്പോഴാണ് കാണാൻ പറ്റുന്നത് ഫുൾ കവറത്തി. അത് കളേഴ്സാണ്, ഈ ചെടികളും ഈ നമ്മുടെ വെള്ളത്തിൻ്റെ ഈ കടലിൻ്റെ കളറോട്ടെ, പച്ച, നീല, പിന്നെ കടലിലെ കപ്പൽ, ഈ കവറത്തേക്ക് ശരിക്കും ഈ ഐലൻഡിന്റെ ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഹൗസ് സത്യം പറഞ്ഞാൽ കിട്ടില്ല. ഇത് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, കാരണം വെച്ചാൽ കണ്ട് മനസ്സിലാക്കുള്ളതായിരിക്കും. മനസ്സിലായില്ലേ? കണ്ട് തന്നെ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ ലൈറ്റ് ഹൗസ് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരുന്ന വഴിക്ക് കുറച്ച് ഇത്താത്തമാർ വീട്ടിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന കുറേ സ്പെഷ്യൽ സ്നാക്സ് വെച്ചേക്കുന്നത് കണ്ടു. അപ്പോൾ നമുക്കിനി ലക്ഷദ്വീപിലെ ഫ്ലേവേഴ്സ് എങ്ങനെയാണെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? സോ അങ്ങനെ നമ്മളിതാ വാങ്ങിയ കുറച്ച് ഇത്താത്തമാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കുറച്ച് തിങ്സ് ഉണ്ട്. ഒരുപാടൊന്നുമില്ല, കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ എല്ലാം ഹോം മെയ്ഡാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇരിക്കുന്ന ഫ്രൂട്ട് സലാഡാണ്. സോ ഇതാ നമ്മുടെ ക്യാരറ്റ് കേക്ക് ഉണ്ട്, ഫ്രൂട്ട് സലാഡിൻ്റെ ക്യാരറ്റ് കേക്ക് ഉണ്ട്. ക്യാരറ്റ് കേക്ക് ട്രൈ ചെയ്ത് നോക്കാം. സ്മൂത്താണ്. ഇത് നമ്മുടെ ബസ് സൈഡ് ബീച്ചിൻ്റെ, ജെട്ടി ബീച്ചിൻ്റെ തൊട്ടടുത്ത് കുറേ ഇത്താത്തമാർ നടത്തുന്ന കടയാണ്. അവിടെ ഒരുപാട് തിങ്സ് ഉണ്ട്. ബ്രെഡ് മസാല, ബ്രെഡ് ഫ്രൈ ചെയ്തിട്ട് അടുത്ത് സോസും മയോണൈസൊക്കെ വെച്ച പരിപാടിയാണ്. ഇതും കൂടെ സോ ഞാൻ ഒത്തിരി വെയിറ്റ് ചെയ്ത് ഒരു സംഭവം കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇത് ഫസ്റ്റ് കണ്ണുപോയ സംഭവമാണ്. നമ്മുടെ മുട്ട ബജിയാണിത്. മുട്ട ബജി ഇവിടെ നന്നായിട്ട് സോസൊക്കെ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. നമുക്ക് ട്രൈ ചെയ്തോ. ഹലോ, പേര് പറഞ്ഞോ ബ്രോ? യാസർ. സുഹൈൽ. എന്തോ പരിപാടി എന്തോ നിങ്ങളുടെ ബീച്ച്? ഡെയിലി നിങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി അടിച്ചു കളിച്ച് പൊളിയാനല്ലേ? സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ ജീവിതം ആസ്വദിക്കുന്ന ടീംസ് ഇവരാണ് കേട്ടാ. ആ ബ്രോ, ഇതാണോ നിങ്ങളുടെ ഡോൺ ബോസ്? ഇതാണോ? ബ്രോ സ്ഥലം തിരുവനന്തപുരം ആണോ? ഫുട്ബോളിന്റെ നമ്മുടെ അവിടെ ഇപ്പൊ നിങ്ങൾ ലക്ഷദ്വീപിന്റെ ഫുട്ബോൾ ചാമ്പ്യൻ ആണ്.
പേരെന്തോ ബ്രോ? സാബർ. ആണോ? നിങ്ങൾക്ക് ഇവിടെ ഫുട്ബോളാണ് മെയിൻ അല്ലേ? ഏറ്റവും വലിയ നിങ്ങളെ സമയം പാസ് ചെയ്യുന്നത് ഫുട്ബോളാണ്. ഞാൻ ഇവിടെ വന്നാൽ എപ്പോഴും ഈവനിങ് എല്ലാവരും ഫുട്ബോളും ആരും വീട്ടില്ല, എല്ലാവരും ഇവിടെ പുറത്ത് തന്നെ ഉണ്ട്, പിള്ളേരും എല്ലാവരും ഇവിടെ അല്ലേ, എപ്പോഴും സമയം ഒരുമിച്ചാണ് സ്പെൻഡ് ചെയ്യണം അല്ലേ? ഞാൻ കണ്ടിട്ടുള്ളല്ലേ ലക്ഷദ്വീപ് മാത്രമാണ് ഇതില്ലാത്ത, ഏതാ മൊബൈൽ കൂടുതൽ യൂസ് ചെയ്യാത്ത ഇപ്പോൾ ആൾക്കാരായിട്ട് ബന്ധങ്ങളുള്ള ആൾക്കാരെ കാണാൻ ഇവിടെ നിങ്ങളെ കണ്ടപ്പോഴാണ്. നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്ത് തുടങ്ങല്ലേ, സമാധാനത്തോടെ ജീവിക്കും. അടിക്കട്ടെ, ഗോൾ. ലക്ഷദ്വീപ് വരുവാണെങ്കിൽ നിങ്ങൾ മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് മീര അല്ലെങ്കിൽ നീര. നമ്മുടെ നാട്ടിൽ ബോട്ടിൽ പാക്ക് ചെയ്ത് നമുക്ക് നീര കിട്ടും, ബട്ട് ആ നീരയല്ല ഈ മീര. ഇതാണ് ഓതന്റിക് ലക്ഷദ്വീപ് നീര, അല്ല മീര. കിടില സംഭവമാണ്, അങ്ങനെ തണുത്തങ്ങനെ ഇറങ്ങണതാണ്. അപ്പോൾ നമ്മൾ ലക്ഷദ്വീപിൽ നിന്നും നാട്ടിലേക്ക് തിരിക്കേണ്ട തയ്യാറെടുപ്പിലാണ്. ലക്ഷദ്വീപിൽ നമ്മൾ ഏകദേശം ഒരു 18 ദിവസം ഉണ്ടായിരുന്നു. നമ്മളിന്ന് തിരിച്ചു പോകുന്നത് കവരത്തി ഷിപ്പിലാണ്. സോ നമ്മളിവിടെ യാത്ര അയക്കാനായിട്ട് കസിനും വൈഫും ഉണ്ട്. നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഷിപ്പ് കയറിയിട്ട് കാണാം. ഹലോ, അപ്പോൾ ഞങ്ങളുടെ ലക്ഷദ്വീപിൻ്റെ കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. തിരിച്ച് നമ്മൾ പോകുന്നത് കവരത്തി ഷിപ്പാണ്. അപ്പോൾ കവരത്തി ഷിപ്പ് ലക്ഷദ്വീപിലെ തന്നെ ഏറ്റവും വലിയ ഷിപ്പാണ്, കിടു ഷിപ്പാണ്. ഞങ്ങളോട് ചിലരൊക്കെ ഡൗട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ബോക്സിലാവട്ടെ അല്ലെങ്കിൽ പേഴ്സണലി കോളിലാവട്ടെ ഒരുപാട് ചോദിച്ചു ലക്ഷദ്വീപ് വരാൻ എക്സ്പെൻസീവ് എങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള കാര്യം. ഇപ്പോൾ എക്സ്പെൻസീവ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഹോട്ടലിൽ പോകുന്നെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിൽ ഫുഡിന് വില കൂടും. കാരണം വെച്ചാൽ ഒന്നും ഇവിടെ ഉണ്ടാക്കുന്നതല്ല, എല്ലാം കൊച്ചിയിൽ നിന്ന് കൊണ്ടുവരുന്നത്. സോ ഇവിടെ ലക്ഷദ്വീപിൽ കൃഷിയൊന്നുമില്ല, അപ്പോൾ എല്ലാം അവിടെ നിന്ന് കൊണ്ടുപോകാൻ ട്രാൻസ്പോർട്ടേഷൻ ഫീസ് അങ്ങനെയൊക്കെ കൂടും. പിന്നെ നമ്മൾ ടൂറിസം ഏജൻറ്റ് വഴി വരാണെങ്കിൽ പാക്കേജൊക്കെ ഒരു 30 മുതൽ ബെറ്റർ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യും. 32 പിന്നെ പ്രീമിയം പാക്കേജിൽ അങ്ങോട്ട് പോകും. ഞങ്ങൾ ടൂറിസം പാക്കേജിലല്ല വന്നത്, ഞങ്ങളുടെ കസിൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ രീതിയിലാണ് ഞങ്ങൾ വന്നത്, ഇവിടെ അവൻ്റെ വഴിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. സോ ഞങ്ങൾക്ക് ആ ടൂറിസം അങ്ങോട്ട് പോകേണ്ടി വന്നില്ല. പിന്നെ വേറെ എക്സ്പെൻസ് പറഞ്ഞാൽ ഓരോ ആക്ടിവിറ്റീസിനൊക്കെ ചിലപ്പോൾ എക്സ്പെൻസ് കൂടും. ഇവിടെ സ്കൂബയ്ക്കൊക്കെ ഏകദേശം 4000 3000 ഒക്കെ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നല്ല ഡെപ്ത് പോകണമെങ്കിൽ 4000 എബോ അങ്ങനെയൊക്കെ ഉണ്ട്. സോ ആക്ടിവിറ്റീസ് കൂടും തോറും നമ്മുടെ ഇതൊക്കെ കൂടും, നമ്മുടെ എക്സ്പെൻസ് ഒക്കെ കൂടും. പിന്നെ ഹോട്ടൽ റൂമൊക്കെ കുഴപ്പമില്ല, ഭയങ്കര നമുക്ക് സ്റ്റാർ ഹോട്ടൽ അങ്ങനെ സെറ്റപ്പ് ഒന്നും കിട്ടില്ല, നോർമൽ ഹോട്ടൽ, പക്ഷേ അതും ആവശ്യത്തിന് കാശുണ്ട്. സോ പക്ഷേ ലക്ഷദ്വീപ് പ്ലാൻ ചെയ്യുന്നെങ്കിൽ ഒരു നഷ്ടവുമില്ല, അടിപൊളിയാണ്. നമുക്ക് ഭയങ്കര സമയമെടുത്ത് കണ്ട് ഓരോ ദ്വീപും ആസ്വദിച്ച് പോകാൻ പറ്റുമെങ്കിൽ സൂപ്പറാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ബെസ്റ്റ് ഒരു കോറൽ ഐലൻഡ് എന്നൊക്കെ പറയുന്നത് ലക്ഷദ്വീപ് തന്നെയാണ്. ഇനി ഞാൻ ഇവിടെ ഒന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. ലക്ഷദ്വീപ് ഇപ്പോഴത്തെ രീതിയിൽ ഇവിടെ വരാൻ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വരാൻ സത്യം പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കും, വരാൻ എളുപ്പമാണ്, ഈസിയാണ്. പക്ഷെ തിരിച്ചു പോകാൻ കഷ്ടമാണ്. കാരണം വേറെ ഒന്നുമില്ല, ഷിപ്പ് ഭയങ്കര കുറവാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് 4-5 ഷിപ്പുള്ള സ്ഥലത്ത് ഇപ്പോൾ 3 ഷിപ്പോ അങ്ങനെ എന്തോ സർവീസ് ഉള്ളൂ. സോ നമ്മൾ വരുമ്പോൾ പറ്റുമെങ്കിൽ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പാടാണ്. നല്ല ഏജൻസി ചെയ്യുകയാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അല്ല നിങ്ങൾ പ്ലാനൊക്കെ ചെയ്ത് വേണമെങ്കിൽ ഇവിടെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ തിരിച്ചു പോകാൻ ഷിപ്പ് കിട്ടണമെന്ന് നിർബന്ധമില്ല. നമ്മൾ അത് ബുക്ക് ചെയ്യുക എന്നത് വലിയൊരു പ്രോസസ്സ് തന്നെയാണ് ഇവിടുത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം എന്നുള്ളത്. സോ അതൊക്കെ ഒന്ന് ക്ലിയറായിട്ട് മനസ്സിലാക്കിയിട്ട് ഇവിടെ നല്ലൊരു ഏജൻറ്റ് വഴിയോ അല്ലെങ്കിൽ നല്ലൊരു സ്പോൺസർ വഴിയോ മാത്രം ഇവിടെ വരാൻ ശ്രമിക്കുക. വന്നാൽ ഒരു നഷ്ടമില്ല. ലക്ഷദ്വീപ് അടിപൊളിയാണ്. ലക്ഷദ്വീപിലെ ആൾക്കാരും കിടിലോ. കടൽ കപ്പൽ DJ. കടൽ യാത്രയിൽ നമുക്ക് റേഞ്ച് കിട്ടില്ല അല്ലേ? സോ കവരത്തി ഷിപ്പിൽ നൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു DJ സെറ്റപ്പ് അത് നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. ഇതുകൂടാതെ പുതിയ ആൾക്കാരുമായി നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടെയാണ്.
അപ്പോൾ 2 ദിവസത്തെ ഷിപ്പ് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ കൊച്ചി റീച്ച് ആയിട്ടുണ്ട്. ഞങ്ങളപ്പോൾ കവരത്തി ഷിപ്പിനോട് ബൈ ബൈ പറഞ്ഞുകൊണ്ട് നാട്ടിലേക്ക് തിരിക്കുവാണ്. ലക്ഷദ്വീപിൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഞങ്ങളുടെ സൂപ്പർ ഡൂപ്പർ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. കാണാത്തവരാണെങ്കിൽ ഉറപ്പായും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം.